വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിച്ച് അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇത് ആശങ്കാജനകമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്. ഭരണപക്ഷത്തിനകത്ത് അത് പ്രശ്നമുണ്ട്. എക്സൈസ് മന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. VM സുധീറിനെ പോലെയുള്ള വളരെ സീനിയറായ കോൺഗ്രസ് നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് കത്തെഴുതി. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെയും തന്നെ നയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച വേണമെന്ന് അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഉള്ള ശ്രീ KC വേണുഗോപാലടക്കമുള്ള ആൾ പറയുന്നു. മത സംഘടനകളുടെ മേലധ്യക്ഷന്മാർ ഇത് സംബന്ധിച്ച് പറഞ്ഞു. ഇതൊക്കെ വന്നിട്ടും ഇത് സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടെടുക്കാനോ ഇത് പിൻവലിക്കുമെന്ന് പറയാനോ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി അതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ബക്കാഡി കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ തീരുമാനമെടുത്തത്. റിക്കാർഡ് വേഗത്തിൽ ഇതിന്റെ ഫയൽ മൂവ്മെന്റ് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്ന കാര്യങ്ങൾ. വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഫയൽ ജമ്പ് ചെയ്ത് പോയി. അപ്പോൾ ഇതിനകത്ത് നേരിട്ട് ഈ കാര്യങ്ങളിൽ തൊട്ടുമുമ്പ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ നികുതി വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം ഇക്കാര്യം എന്തുകൊണ്ടാണ് ഇതുവരെ കേരളത്തിൽ കച്ചവടം നടക്കാൻ പറ്റാതിരുന്നത്. മദ്യം നേരത്തെ ഉണ്ട്. ഈ മദ്യത്തിന് കേരളത്തിൽ വിൽക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ലല്ലോ. വീര്യം കുറഞ്ഞ ഒരു കാറ്റഗറി മദ്യം പുതുതായിട്ട് കൊണ്ടുവരാനായിട്ട് ഇവർ തീരുമാനിച്ചു. വീര്യം കുറഞ്ഞൊരു മദ്യത്തെ സംബന്ധിച്ച് നമ്മുടെ എക്സൈസ് കൂടി പരാമർശമുണ്ട്. ആകെ കേരളത്തിൽ നടപ്പിലാക്കാൻ ഹോട്ടി വൈൻ എന്ന നിലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സഹായകരമായ ഒരു മദ്യം മാത്രമാണ് നമ്മൾ നേരത്തെ LDF ഗവൺമെന്റിന്റെ സമയത്ത് അനുവദിച്ചത്. അതിന് വൈനിന്റെ താഴെ ഹോട്ടി വൈൻ എന്ന ഒരു ഹെഡൂടെ ചേർത്തിട്ട് വീര്യം കുറഞ്ഞ മദ്യമെന്ന് ജനറലി പറഞ്ഞാൽ പോരാ, ഹോട്ടി വൈൻ എന്ന് വേണം എന്ന് പറഞ്ഞിട്ട് അത് ചേർത്തു. വീര്യം കുറഞ്ഞ മദ്യം എന്നൊരു ഹെഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലോസ് ഉണ്ടെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിനകത്തല്ല ഹോട്ടി വൈൻ ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്ന് ഞങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് ഹോട്ടി വൈൻ എന്ന് തന്നെ ചേർത്തത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കൺസെപ്റ്റ് വരുന്നത് ഹോട്ടി വൈൻ ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് 0.5% 20% എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടെങ്കിലും എന്താണോ ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്ന തരത്തിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ്. അതിൽ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പലതവണ ചർച്ച ചെയ്തിട്ട് ഹോട്ടി വൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിലാണ് അതിന് വൈനിന്റെ അതേ റേറ്റും വെച്ചു, അതിനേക്കാളും കുറവല്ല. അപ്പോൾ ആ ഒരു തരത്തിൽ ഹോട്ടി വൈൻ വിൽക്കാം, അല്ലെങ്കിൽ വൈനുണ്ട്, റേറ്റുണ്ട്. മദ്യത്തിന് 251% ആണ്. ആ 251% ഉള്ള സമയത്ത് ഈ പുതിയ പ്രൊഡക്റ്റ് 251 വിൽക്കാൻ അവകാശമുണ്ട്. പക്ഷെ അതുകൊണ്ട് വിൽപ്പന നേരെ നടക്കുന്നില്ല. അതുകൊണ്ട് അത് കുറഞ്ഞ റേറ്റ് വേണമെന്ന് പറഞ്ഞു. ഇത്രയും കാലം അതിന്റെ കച്ചവടം നടന്നില്ല. LDFന്റെ സമയത്ത് 3 വർഷത്തോളം ഈ ഫയൽ നീങ്ങിയില്ല. ഈ ഫയല് നീങ്ങാത്തത് എന്ത് എന്ന് ചോദിച്ച് ഉള്ള അസംബ്ലി ക്വസ്റ്റ്യൻസ് വന്നതിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. UDF നേതാക്കന്മാർ ചോദിച്ചതിനെ പറ്റിയുണ്ട്, MLA മാർ. ഇപ്പോൾ മണിക്കൂറുകളെടുത്ത് തീരുമാനിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞതുപോലെ സഭയിൽ ഈ കാര്യങ്ങൾ നേരത്തെ ബഡ്ജറ്റ് പ്രസംഗം തയ്യാറാക്കുമ്പോൾ അതിനൊപ്പം ഫിനാൻസ് ബില്ലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ഫിനാൻസ് ബില്ല് ഇന്നിപ്പം BSc വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിളിച്ചിട്ടുണ്ട്. ആ BScക്കകത്ത് ഫിനാൻസ് ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെക്കാനായിരിക്കും. കാരണം വളരെ മുട്ടുകാലെ വെച്ച് ചെയ്യുന്നെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പെട്ടെന്ന് ഈ മണിക്കൂറുകൾക്കകം തീരുമാനിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പം ഇങ്ങനൊരു കാര്യം വരുന്നു. അതിനെ സംബന്ധിച്ച് ചോദിക്കാനായിട്ട്, ശബ്ദമുയർത്താനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം സഭയാണ്. ആ സഭയിൽ ഈ കാര്യം സംബന്ധിച്ച് അടിയന്തര പ്രമേയം കൊടുത്തു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. അനുമതി നിഷേധിച്ചത് വിചിത്രമായ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ റൂൾ ബുക്കിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. ഈ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്കറിയാം, സബ്ജുഡീസ് ആയ കാര്യം, ഓൾറെഡി അവിടെ ചർച്ച ചെയ്ത കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ അത് വരണ്ട. അല്ലാതെ ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്നു, വേറെ രേഖ ചർച്ച ചെയ്യുന്നു എന്നുള്ളതിനും തടസ്സമല്ല. ഇന്ന് ശ്രീ വർക്കല രാധാകൃഷ്ണൻ അദ്ദേഹം സ്പീക്കറായിരുന്നപ്പോൾ ഒരു കൊട്ടേഷൻ എടുത്തത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അത് വായിച്ചു ഞങ്ങൾ നോക്കി. അതിനകത്ത് യാതൊരു കാരണവശാലും അടിയന്തര പ്രമേയത്തിന് ഒന്നും തടസ്സമല്ല, സാഹചര്യം അനുസരിച്ചിട്ടാണ് അടിയന്തര പ്രമേയം എടുക്കുന്നത് എന്ന് ആ റൂളിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു റൂളിംഗ് നേരത്തെ വന്നു. ആ റൂളിംഗ് ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് ഇന്ന് ഡിലേ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ പ്രസംഗം എടുത്തു, ആ സ്പീച്ചുണ്ട്. അതിനകത്ത് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം ഒരു നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ചർച്ച ചെയ്യുമ്പോൾ അടിയന്തര പ്രമേയം പാടില്ല എന്നൊരു വ്യവസ്ഥയില്ല.
അടിയന്തരപ്രമേയമാകാം. അടിയന്തരപ്രമേയം അനുവദിക്കുന്നതിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമോ ബഡ്ജറ്റ് പ്രസംഗമോ ഒരു തടസ്സമല്ല. ഓരോന്നിനും പ്രത്യേകമായ സാഹചര്യം അനുസരിച്ചാണ് കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ അടിയന്തരപ്രമേയം ഈ സന്ദർഭത്തിൽ പാടില്ല എന്നില്ല. റൂൾ 304 അനുസരിച്ച് അദ്ദേഹത്തിന്റെ റൂളിംഗ്. അത് കഴിഞ്ഞിട്ട് ഈ പർട്ടിക്കുലർ അടിയന്തരപ്രമേയം അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ റൂൾ അങ്ങനില്ല. പോട്ടെ, സ്പീക്കറുടെ ആ ചോദ്യത്തെ ഞാനിപ്പോൾ ഇവിടെ ചോദിക്കുന്നില്ല, സഭയിൽ ഞങ്ങൾ വായിക്കാം. പക്ഷേ ഏറ്റവും അപകടകരമായ ഒരു കാര്യം, VD സതീശന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം എങ്ങനെയാണ് അവർ നിയമസഭ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവെടുപ്പ് വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ഉന്നയിച്ച വിഷയം അവിടെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ സഭാ TV-യിൽ നിന്ന് രണ്ടാമത് പ്രതിപക്ഷ ആദ്യം അവതാരകൻ എന്ന നിലയിൽ ഞാൻ സംസാരിച്ചു, ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാധാരണ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണ്ണിച്ചു. അതിനകത്ത് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു. അത് രേഖയിൽ നിന്ന് മാറ്റിയെന്നാണ്. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ വേറെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സഭ തുടങ്ങി 1 മാസം ആവുന്ന ഘട്ടത്തിൽ തന്നെ ആ സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഈ പുറത്തും രാജ്യത്തും ലോകത്തും എല്ലാം കിടന്നടിക്കുന്ന VM സുധീരനും മറ്റു നേതാക്കന്മാരും എല്ലാം പറയുന്നൊരു കാര്യം, നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാൽ ആ മൈക്ക് ഓഫ് ആക്കുക മാത്രമല്ല രേഖ തന്നെ റദ്ദ് ചെയ്യൂ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇരുണ്ട ഒരു നാളുകളിലേക്ക് നമ്മുടെ നിയമസഭയെ കൊണ്ടെത്തിക്കാനാണ്. അതുകൊണ്ടാണല്ലോ സഭാ TV-ന്ന് ഇത് മാറ്റിയത്. ഈ പറയുന്നതനുസരിച്ച് സഭാ TV-ന്ന് പ്രസംഗം മാറ്റിയത് കൊണ്ടൊന്നും അഴിമതി അല്ലാതാവുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് സംശയം വർദ്ധിക്കുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും സംശയം വർദ്ധിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു വല്ലാത്ത പെടച്ചിൽ? സഭാ TV തന്നെ നാളെ തൊട്ട് ഇനി TV ഒന്നും കാണിക്കണമെന്ന് പറയുമോ? ഇതിൽ നിന്ന് മാറ്റി പ്രസംഗമില്ലാതെ പ്രസംഗം കാണിക്കാതിരുന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. എന്തായാലും 3 വർഷക്കാലം ഞങ്ങൾ അനുമതി കൊടുക്കാഞ്ഞത് ഇത് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് വന്നാലുണ്ടാവുന്ന അപകടമുണ്ട്. പുതിയൊരു വിഭാഗം ആളുകൾ ഈ മദ്യപാനത്തിൽ ഇത് മദ്യപിക്കും. ഇത് പുതിയ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു മദ്യമാണ്. വില കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ ഡ്രിങ്കിങ് കൂടും. അവർ പിന്നെ പതുക്കെ കുടിയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒഴിവാക്കിയത്. ആ ഒഴിവാക്കിയ കാര്യം ഇത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ എക്സൈസ് മന്ത്രിയും മന്ത്രിസഭയും അറിയാതെ പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് എന്ന് ശ്രീ VM സുധീരനൊക്കെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കത്ത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇവിടെ ഈ UDF-ന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് നിരക്കാത്ത ഒരു നിർദ്ദേശവും പ്രത്യക്ഷമായോ പരോക്ഷമായോ വരരുത് എന്ന് അദ്ദേഹം മദ്യത്തിന്റെ കാര്യത്തിൽ പറയുന്നു. അതുപോലെ കരിമണലിന്റെ കാര്യത്തിൽ പറയുന്നു. ഇതൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാത്തൊരു സമീപനം വരുന്നത് സംശയകരമാണ്. ഇതിനകത്ത് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവർക്ക് തന്നെ എന്താ ഇത്ര സംശയം? ഇവരെന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അങ്ങനെയാണ് അത് ചർച്ച ചെയ്താൽ പോരെ. അപ്പൊ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിന്റെ മറ്റ് കാര്യങ്ങളെ പറ്റി എല്ലാവർക്കും ഏകദേശം ചിത്രമുണ്ട്. ഇതിനകത്ത് ഒരു അഴിമതി മണക്കുന്നുണ്ട് എന്നുള്ളതും അഴിമതിയുടെ ഉദ്ദേശമുണ്ട് എന്നുള്ളതും ഇപ്പോൾ ആളുകൾക്ക് സംശയമുണ്ട്. ഇത് ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. ഈ സംഭവം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നില്ല. ഞങ്ങൾ തീരുമാനം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ തീരുമല്ലോ. അപ്പോൾ നിയമസഭയെ തന്നെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം കഴിഞ്ഞ് വാക്കൗട്ട് നടത്തി പുറത്തോട്ട് പോകുന്നത്. ഇത് കേരളത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിൽ സഭാ TV അടച്ചു വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ 3.5 വർഷക്കാലോ അല്ലെങ്കിൽ 3 വർഷത്തിലധികമോ അനുവാദം കൊടുക്കാതെ ഇത് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച LDF സർക്കാരും വന്നിട്ട് മണിക്കൂറുകൾക്കകം ഇത് കൊടുത്ത UDF തമ്മിലുള്ള വ്യത്യാസം, അതിനകത്ത് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും ഒക്കെ ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടതാണ്. എന്തായാലും ഈ തീരുമാനം നടപ്പിലാക്കാൻ മുന്നോട്ട് പോകരുത്, ഇത് റദ്ദ് ചെയ്യേണ്ടതാണ് എന്നുള്ള അഭിപ്രായം പറയാനാണ് ഞങ്ങളോട് ശ്രമിച്ചത്. ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം പിന്നെ ഇവിടെ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനൊരു ചിത്രമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് ശ്രീ VD സതീശൻ സംസാരിച്ചിട്ടുള്ളത്? പുതുതായിട്ട് വന്ന മെമ്പർമാർക്ക് ചിലത് അറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാണ് ആ സഭയെ സംസാരിച്ചത്. പാർലമെന്ററി എന്നല്ല അല്ലാത്തൊരു പദം പോലും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ വളരെ മോശമായ ഭാഷ പറഞ്ഞിട്ടില്ലേ? സാധാരണഗതി പറയാത്തത് നിങ്ങളുടെ വീഡിയോ കിടപ്പുണ്ടല്ലോ, സ്പീക്കറുടെ നേരെ പറഞ്ഞോണ്ടല്ലോ. സംശയമൊന്നും വേണ്ട, എന്തെങ്കിലും ആ വീഡിയോ കിടപ്പുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രയോ ഘട്ടത്തിൽ. പാർലമെന്ററി അല്ലാത്ത സാധാരണ നാട്ടിൻപുറത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തരത്തിലേക്കുള്ള ഭാഷ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ.
ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ തിരിച്ചു വരും. ഞങ്ങൾ ചിലപ്പോൾ അന്നേരത്തെ വികാരത്തിൽ അദ്ദേഹം പറഞ്ഞായിരിക്കും ഒക്കെ ശരി. പക്ഷെ എത്ര സമയമുണ്ട്, എത്ര സമയത്താണ് ഇതുപോലെ അനുവദിക്കാത്തപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടില്ലേ? എന്നെ നിങ്ങളെന്നാ തടയുന്നതെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം സ്പീക്കറോട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള സമീപനം ഉണ്ടായോ? അപ്പോൾ ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്താൽ എന്താ ഇതിനപ്പുറം, ഈ പറയുന്നതിനപ്പുറം വല്ലതും പറയുമോ? അത് അവർക്ക് അത് ഒളിച്ചു വെക്കാനുള്ള താല്പര്യമുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. അല്ല, ഞാൻ കേട്ടത് നിങ്ങൾ പറഞ്ഞതാണ്. അല്ല, സഭാരേഖകളിൽ നിന്നാ പറഞ്ഞേ. ആ, സഭാരേഖകളിൽ നിന്ന് വരുമ്പോ സഭാ ടി വിന്ന് പോവല്ലോ അല്ലേ? അതെ, ഞാൻ പറഞ്ഞത് ഞാൻ അത് കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ നിങ്ങളാണ് പറഞ്ഞത്. ആ, അതെ, അവിടെ സംസാരിച്ച അത്ര വലിയ ആർക്കും നേരത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും വന്നില്ല. എന്നിട്ട് തന്നെ ഇത്രയും തുടക്കത്തിൽ തന്നെ ഇത്ര അസ്വസ്ഥത വരേണ്ട കാര്യം എന്താ? ഞാനിവിടെ പറഞ്ഞത് സഭാ ടി വിയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് നേരെ വന്നതാണ്. നിങ്ങളാണ് പറഞ്ഞത് ഒഴിവാക്കിയെന്ന്. ഞങ്ങൾ കേട്ടില്ല. ഞങ്ങൾ സഭയിൽ നിന്ന് പോകുന്നതാണ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരിട്ട് കേട്ടതല്ല. സാധാരണഗതിയിൽ ഇതൊക്കെ പരിശോധിച്ച് ചെയ്യാന്നാണ് പറയുന്നത്. ഇപ്പൊ അത് നോക്കിയാലും എന്തായാലും ഇത് സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണ്, ഇങ്ങനൊരു കമ്പനി, മൊക്കാടി കമ്പനിയുടെ ഒരു അപേക്ഷ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾക്കകമാണ് അത് തീരുമാനിച്ചത്. അത് ഇത്രയും ദ്രുതഗതിയിൽ ഇങ്ങനെ കൊണ്ടുവന്നത് സംശയാസ്പദമാണെന്നുള്ള കാര്യം ഞങ്ങൾ അകത്തും പുറത്തും പറയാണ്. ആ, ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഏത് റിപ്പോർട്ട് വന്നാലും ഗവൺമെന്റ് തീരുമാനിച്ചാലേ ഇതൊക്കെ ഫൈനലാവും. ഇത് ഗവൺമെന്റ് തീരുമാനിച്ചില്ല. കാരണം ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ധനകാര്യ വകുപ്പിലാണ്, ഇതിന്റെ ടാക്സ് സംബന്ധിച്ച് ധനകാര്യ വകുപ്പ് ടാക്സസ് വകുപ്പാണ്. ഞങ്ങളത് തീരുമാനിക്കാഞ്ഞത് ഒരു വശത്ത് കൂടി റവന്യൂ വർദ്ധിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം 10-600 കോടിയെങ്കിലും ടാക്സ് വരാം എന്ന് അവരുടെ അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു മേഖലയെ മദ്യത്തിനെ കുറച്ച് ബാധിക്കും. എന്നാൽ വലിയൊരു ഓപ്പണിംഗ് വരും, കൂടുതൽ ആളുകൾ മദ്യപിക്കുന്ന ഒരു നെറ്റിലേക്ക് വരും. ഇങ്ങനൊരു കാര്യം പറഞ്ഞു. അവിടെ നമ്മുടെ ഒരു ടാക്സിനകത്ത് വരുമാനം മാത്രമല്ല, വരുമാന നഷ്ടവും ലാഭവും മാത്രമല്ല, ഒരു സോഷ്യൽ ഇമ്പാക്റ്റോട് നമ്മൾ നോക്കാറുണ്ട്. ആ സോഷ്യൽ ഇമ്പാക്റ്റ് നോക്കുമ്പോൾ അപകടകരമാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് കൊടുക്കാഞ്ഞത്. അപ്പോൾ കൊടുക്കാഞ്ഞത് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ഒരു കാര്യം തീരുമാനിക്കുന്നു, മന്ത്രിയുടെ തലത്തിൽ മന്ത്രിസഭ വരേണ്ട കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ തീരുമാനമില്ലെന്നല്ലേ അർത്ഥം. ഇവിടെ ഇത് വന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചില്ല. നിയമസഭാ ചോദ്യങ്ങൾ വന്നല്ലോ. എന്തുകൊണ്ടാണ്? ഇപ്പൊ ഈ കമ്പനിയുടെ പേരൊന്നും രഹസ്യമല്ല. ബൊക്കാടി അങ്ങനെ കമ്പനി ഇതാ, എൻ്റെ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇന്നലെ കണ്ടു, ഇന്ന് പത്രങ്ങളിലുണ്ട്. പിന്നെ ആ കമ്പനി അവരുടെ മദ്യത്തിന്റെ അനുവാദം ചോദിച്ചിട്ടുണ്ടോ, എന്താണ് അതിന്റെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നിട്ടുണ്ടല്ലോ. വെറുതെ ചോദ്യം വരത്തില്ലല്ലോ, ആ ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ടല്ലോ. രണ്ടായിരത്തി 24 അദ്ദേഹം പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞാണ്, ഇതൊന്നും എന്റെ ഇതല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിലുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുവാദം കൊടുക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കോടികൾ ഇതിനകത്ത് പിന്നിലുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. കോർപ്പറേറ്റ് ഈ സ്പിരിറ്റ് കമ്പനികളെ സഹായിക്കാനെന്ന് പറഞ്ഞൊരു അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ അന്നേ ശ്രദ്ധയപ്പെട്ട, അപ്പൊ ഇത് ശ്രദ്ധയപ്പെടാത്തൊരു കാര്യമല്ല, സാധാരണ ഒരു പേപ്പർ വന്നതല്ല. അപ്പൊ അങ്ങനെ ഒരു ശ്രദ്ധ വന്നിട്ടുണ്ട്. നേരത്തെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു MLA സംസാരിക്കുക പറഞ്ഞു, നെഗോഷിയേഷൻസ് നടക്കുമായിരുന്നു. എന്താ നെഗോഷിയേഷൻസ് നടന്നില്ല. പുറത്തുനിന്ന് ചോദ്യം വന്നിട്ട് ഒരു നെഗോഷിയേഷനും ഞങ്ങൾ നിന്നിട്ടില്ല. ഒരു നെഗോഷിയേഷനും കൊടുത്തിട്ട് ഇത് കൊടുക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയിലേക്ക് എത്തുന്ന ഒരു മദ്യം അനുവദിച്ചില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതൊക്കെ അറിയാവുന്ന ആളുകൾ പെട്ടെന്ന് മണിക്കൂറുകൾക്കകം തീരുമാനിച്ചപ്പോൾ സംശയം ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിനെ സംബന്ധിച്ച് അവരാണ് ഇത് വിഡ്രോ ചെയ്യേണ്ടത്, തീരുമാനം എടുക്കേണ്ടത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.